ആയിട്ട് നമ്മൾ പഠിക്കാൻ പോണത് പ്രൊട്ടക്ഷൻ ഷീറ്റ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിൽ ഇവിടെ ഫോർമാറ്റ് എന്നുള്ളിടത്ത് ബാക്കിയുള്ള കമാൻഡുകളൊക്കെ നമ്മൾ പഠിച്ച് ലാസ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണുന്നുണ്ട്. എങ്ങനെയാണ് ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ചെയ്തു വെച്ചു. അപ്പോൾ ഈ ഷീറ്റിൽ ഇനി വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ല, ജസ്റ്റ് കാണാനേ പാടുള്ളൂ. അങ്ങനെ ഒരു ആവശ്യം നമുക്കുണ്ട് വെച്ചെങ്കിൽ അവിടെ പ്രൊട്ടക്റ്റ് ഷീറ്റ് കൊടുക്കുക. ഇങ്ങനെ പ്രൊട്ടക്റ്റ് ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു വിൻഡോ പോപ്പപ്പ് ചെയ്യും. ഇവിടെ പാസ്വേഡ് ടു അൺപ്രൊട്ടക്റ്റഡ് ഷീറ്റ് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കണ്ടേ കൊടുക്കണ്ട. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം തയ്യാറാക്കി അത് വേറൊരാൾക്ക് കാണുക വേണ്ടുള്ളൂ, അതിൽ എഡിറ്റ് ചെയ്യാൻ പാടില്ല. എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഉപയോഗിക്കണം. അങ്ങനെ പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഞാനിപ്പോൾ ഇവിടെ 1 2 3 എന്നിട്ടൊരു പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാസ്വേഡ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കൂടി അത് രണ്ടാമത് ആ പാസ്വേഡ് കൂടി കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കാണാനേ പറ്റുള്ളൂ, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. The cell or chart you are trying to change is on a protected ഷീറ്റിലാണുള്ളത്, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അൺപ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അതേ ഷീറ്റിൽ ഇവിടെ വരിക, അല്ലെങ്കിൽ നമ്മളെ ഫോർമാറ്റിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അൺപ്രൊട്ടക്റ്റ് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കും. അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോം എന്ന് പറയുന്ന ഈ ഒരു ഷീറ്റാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ അൺപ്രൊട്ടക്റ്റ് ഷീറ്റ് കൊടുത്തിട്ട് അവിടെ നമ്മൾ കൊടുത്ത പാസ്വേഡ് എന്തായിരുന്നു 1 2 3. അപ്പോൾ 1 2 3 കൊടുത്താൽ നമുക്ക് അത് പ്രൊട്ടക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഷീറ്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇത് നോക്കുമ്പോൾ വേറൊരു സാധനം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ രൂപം നമ്മൾ പറയാം. നമ്മളൊരാൾക്കൊരു ഫോം ഉണ്ടാക്കി കൊടുത്തു എക്സലിൽ. അപ്പോൾ അതിൽ ഉണ്ടാക്കിയ ആൾക്ക് ആ ഫോം ഫില്ല് ചെയ്യണമല്ലോ. ഫില്ല് ചെയ്യാൻ അത് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം അയാൾക്ക്. എന്നാൽ ബാക്കിയുള്ള ഫോമിൻ്റെ മറ്റ് ഭാഗങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, പ്രൊട്ടക്റ്റ് അയാൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. കാരണം ഉപയോഗിക്കുന്ന ആൾ യൂസർ അവിടെ നമ്മളെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നമുക്ക് വേണ്ട ജെൻഡർ, അങ്ങനത്തെ ഭാഗങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. യൂസർ ഇവിടെ ഇവിടെ നെയിം ടൈപ്പ് ചെയ്യാൻ വേണ്ടുള്ളൂ, ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ടിരിക്കണം, ബാക്കിയുള്ള ഭാഗത്തൊന്നും തൊടാൻ പാടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വലിയൊരു ഫോർമുല ചെയ്തു വെച്ചു, വലിയൊരു ഫോർമുല ഭയങ്കര പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഒരു ഫോർമുലയുടെ ഉള്ളിൽ മറ്റൊരു ഫോർമുലനെ നെസ്റ്റ് ചെയ്ത്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫോർമുലനെ നെസ്റ്റ് ചെയ്ത്, അങ്ങനെ നെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വലിയൊരു ഫോർമുലയാണെന്ന് വിചാരിച്ചോ. നെസ്റ്റിംഗ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കാം. അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ്, ഒരു ഫോർമുലയൊക്കെ ഉള്ള ഒരു ഷീറ്റാണ്. അവിടെ ഈ യൂസർ വന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു കോമ ആ ഫോർമുലയിൽ കൂട്ടുക കുറക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ പിന്നെ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ചില ഭാഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, യൂസർ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാവണം. ഇപ്പോൾ നമ്മളെ എക്സാം റിസൾട്ടിലേക്ക് വരാം. നമുക്കിപ്പോൾ എക്സാം റിസൾട്ടിൽ നമുക്ക് ഈ മേലെ കാണുന്ന പേര്, സബ്ജക്റ്റ്, ഇതൊന്നും ഇപ്പോൾ മറ്റേ യൂസർ ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ. യൂസർക്ക് വേണമെങ്കിൽ ഇവിടെ മാത്രം എന്ത് ചെയ്യുക, ഇവിടെ മാത്രം അങ്ങനെ ഈ ഇതിൽ എൻ്റർ ചെയ്യുക മാത്രം ചെയ്യുക. ബാക്കിയുള്ളപ്പോൾ ഇവിടെ ഈ ടോട്ടലിൽ എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഫോർമുലയാണ്, അവിടെ യൂസർ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്കിപ്പോൾ മേലുള്ള ഈ ഭാഗവും അതുപോലെ ഈ നെയിം വേണമെങ്കിൽ ആഡ് ചെയ്യുക. അതേമാതിരി ഈ പാസ് എന്ന് പറഞ്ഞിടത്തുള്ള ഫോർമുല, അതുപോലെ ടോട്ടൽ എന്നുള്ള പറഞ്ഞിടത്തുള്ള ഈ ഭാഗങ്ങളൊന്നും യൂസർ ടച്ച് ചെയ്യാൻ പാടില്ല. യൂസർ ആകെ ടച്ച് ചെയ്യാൻ പാടുള്ളത് ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാനാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഫോമിലേക്ക് വരാം. തൽക്കാലം നമുക്ക് ഈ ഷീറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പോവാണ്. എന്നാൽ ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസർക്ക് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫോണ്ട് എന്ന മെനു
അല്ലെങ്കിൽ അലൈൻമെൻറ്റ്, അല്ലെങ്കിൽ നമ്പർ എന്ന ഈ ഫോർമാറ്റിൻ്റെ ഈ മെനുവിലേക്ക് പോയാൽ ഏതെടുത്താലും നമുക്ക് ലാസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടാബ് കാണുന്നുണ്ട്. അതിൽ ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണുന്നില്ലേ, അതിൻ്റെ ടിക്ക് എടുത്ത് ഒഴിവാക്കുക. എവിടെ ഈ ഏത് സെല്ലാണ് നമുക്ക് യൂസർക്ക് ഫ്രീ ആക്കി ഇട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് പ്രൊട്ടക്ഷനിലേക്ക് വരുന്നത് ഏത് ഫോർമാറ്റിൻ്റെ ഏത് സെല്ലും നമുക്ക് ഉപയോഗിക്കാം. ഫോർമാറ്റിൻ്റെ ഏത് മെനു നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ടാബിൽ പോയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത ഭാഗത്ത് ലോക്ക്ഡ് എന്ന് പറയുന്ന ഈ ഒരു ടിക്ക് എടുത്ത് കളയുക. എന്നിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ തൽക്കാലം ഇപ്പോൾ പാസ്വേഡ് ഒന്നും കൊടുക്കണില്ല. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള ഭാഗങ്ങളിലൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു നിശ്ചിത ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം, ടൈപ്പ് ചെയ്യാം, ഉപയോഗിക്കാം, എഡിറ്റ് ചെയ്യാം. എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ടൈപ്പ് ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ നമുക്കൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ, തയ്യാറാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ ഏതെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഫോർമുലകളുണ്ട്. ആ ഫോർമുല ഒന്നും ആരും ടച്ച് ചെയ്യാൻ പാടില്ല, യൂസർ ടച്ച് ചെയ്യാൻ പാടില്ല. യൂസർ ടച്ച് ചെയ്യാൻ ചില ഭാഗങ്ങൾ മാത്രമേ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നിശ്ചിത ഭാഗം ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ലോക്ക്ഡ് എന്ന് പറയുന്ന ആ ഭാഗം ടിക്ക് മാർക്ക് എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്കിയുള്ള ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇനി ഇവിടെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ അതും കൂടി തന്നെ പറയാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രൊട്ടക്റ്റ് ചെയ്തപ്പോൾ കണ്ട ഇതിൻ്റെ എല്ലാ ഹോമിലുള്ള നമുക്ക് ഇതൊക്കെ ഇനാക്റ്റീവായി. ഈ ബട്ടൺ, ഈ കമാൻഡുകളൊക്കെ ഇനാക്റ്റീവായി. കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല, ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. അൺപ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഓപ്പൺ ആവും. അൺപ്രൊട്ടക്റ്റ് ചെയ്തു, അപ്പോൾ അതൊക്കെ ഓപ്പൺ ആയി. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ കാണിച്ചപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഒരു സാധനം കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രൊട്ടക്ഷനിൽ വന്നപ്പോൾ ഹിഡൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടില്ല. ഹിഡൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വലിയ ഫോർമുല ചെയ്ത് എങ്ങനെയാണ് ഈ ഫോർമുല ഇയാൾ ചെയ്തത്. ഇപ്പോൾ നല്ലൊരു ഫോമാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കി. ആ ഡാഷ്ബോർഡിൽ വലിയൊരു ഫങ്ഷൻ, ഒരു റേഞ്ചിൽ നല്ല രസകരമായ ഒരു ഫങ്ഷനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ വളരെ പ്രയാസപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇത് മറ്റുള്ളവർക്ക് ആ ഫോർമുല പറഞ്ഞു കൊടുക്കാൻ അയാൾ തയ്യാറല്ല, എങ്ങനെ ചെയ്തതെന്നുള്ളത്. എന്നാൽ ഈ ഫോം ആളുകൾ ഉപയോഗിക്കും വേണം. അത് എങ്ങനെ ചെയ്തത് എന്നുള്ളത് കാണാൻ മറ്റുള്ളവർ കാണാൻ പാടില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ആ ഫോർമുല ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹിഡൻ എന്നുള്ളത് ടിക്ക് ചെയ്താൽ ആ ഫോർമുല വർക്കാവും. എന്താണ് അവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള ഫോർമുല എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണം പറയാം. ഇവിടെ 10, 20, 30 ഒക്കെ അങ്ങനെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു സമ്മ് എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഉദാഹരണം തൽക്കാലത്തേക്ക് പറയാണ്. ഇനി നമ്മൾ ഇവിടെ പ്രൊട്ടക്ഷനിൽ വന്നിട്ട് ഇത് ഹൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, എന്നിട്ട് അതിന് ശേഷം പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്നാലാണ് അത് എഫക്റ്റ് ആവുള്ളൂ, ഈ ഹിഡൻ ഇതൊക്കെ. അപ്പോൾ ഇവിടെ കണ്ട, ഇപ്പോൾ ഇവിടെ 10 എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഈ ഫോർമുല ബാറിൽ നമുക്ക് എന്ത് ചെയ്യാൻ 10 എന്നുള്ളത് കാണുന്നുണ്ട് ഉണ്ടല്ലോ. അതേമാതിരി ഇതാണ് ഫോർമുല ബാർ, മേലുള്ള ഈ ഫോർമുല ബാറിൽ. അപ്പോൾ അവിടെ എന്താണ് ആ സെല്ലിൽ ഉള്ളത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. 20 കാണുന്നുണ്ട്, അടുത്തത് 30 കാണുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ആ സമ്മ് എന്ന് പറയുന്ന ആ ഫോർമുല കാണുന്നില്ല. അവിടെ കണ്ട, അവിടെ ഒന്നുമില്ല. ഓക്കെ, എന്നാൽ
ഇനി ഇത് അൺപ്രൊട്ടക്ട് ചെയ്തിട്ട് ഇപ്പോൾ അതൊന്നുകൂടി ശ്രദ്ധിക്കണം. ഈ 60 എന്നുള്ളിടത്ത് എന്താണെന്നുള്ള ഈ ഫോർമുല ബാറിലൊന്നും കാണുന്നില്ല. ഇനി ഒന്ന് അൺപ്രൊട്ടക്ട് ചെയ്ത് നോക്കിയാൽ, അൺപ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാം 60 എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ അവിടെ സം എന്ന് പറയുന്ന ഫോർമുല കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഇത് ചെറിയൊരു ഫോർമുല വെച്ച് കാണിച്ചു തന്നതാണ്. ഇപ്പോൾ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ചെയ്തിട്ടുള്ളത്. അത് മറ്റുള്ളവർ കാണാൻ ഇയാൾക്ക് ഇഷ്ടമല്ലാതെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതവിടെ ഹൈഡ് ചെയ്യാം. ഇതാണ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ അതിൻ്റെ ബാക്കിയും കൂടി പറയാം. ഇനി ഇപ്പോൾ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രൊട്ടക്ട് ഷീറ്റ് എന്ന് പറയുമ്പോൾ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ടിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാം. ഇവിടെ ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷീറ്റ് പ്രൊട്ടക്റ്റഡ് തന്നെ, പക്ഷെ സെല്ല് ഫോർമാറ്റ് ചെയ്യാനുള്ള അവസരം കൂടി യൂസർക്ക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കോളം തന്നെ മറ്റേ ഫോർമാറ്റ് ചെയ്യാൻ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ പ്രൊട്ടക്ഷനിൽ തന്നെ യൂസർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ചില ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വലിയൊരു ഡാറ്റ ഉണ്ട്, ആ ഡാറ്റയിൽ ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. പക്ഷേ യൂസർക്ക് എന്ത് ചെയ്യണം, അത് സോർട്ട് ചെയ്തിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ നമ്പർ ഓർഡറിൽ സോർട്ട് ചെയ്തിട്ട് കാണണം. ഡാറ്റയിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. അങ്ങനെ ഒക്കെ ഉള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ടിക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആവും. യൂസർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ നോക്കാൻ പറ്റും. ഡാറ്റയിൽ ഒരു മാറ്റം വരില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അതുപോലെ ഈ ഒരു ഷീറ്റിലുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട് പിവോട്ട് ടേബിൾ അല്ലെങ്കിൽ ചാർട്ട് ഉപയോഗിക്കാം, പിവോട്ട് ടേബിൾ ഉണ്ടാക്കാം. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ പഠിക്കാം. അപ്പോൾ ഇതും കൂടെ ഉണ്ട്, ഈ ഷീറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഇതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്.